ഓക്കെ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് യൂളേഴ്സ് തിയറിയുടെ ലിമിറ്റേഷൻസ് ആണ്. പ്രത്യേകിച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല. ഒന്ന്, നമ്മുടെ അസംഷൻസ് എല്ലാം ഒരു കൈൻഡ് ഓഫ് എ ലിമിറ്റേഷൻ ആണ്. അത് ഐസോട്രോപിക് ഹോമോജീനിയസ് അല്ലെങ്കിൽ നമുക്ക് തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിലുപരി നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് യൂളേഴ്സ് തിയറിയുടെ ഒരു മേജർ ലിമിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് ആപ്ലിക്കബിൾ ഓൺലി ടു ലോങ് കോളം. ഓക്കെ, ലോങ് കോളത്തിന് മാത്രമേ ഈ തിയറി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ, ഷോർട്ട് കോളത്തിന് പറ്റില്ല. ഒരു ലോങ് കോളം ഷോർട്ട് കോളം എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്ന് വെച്ചാൽ സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ഞാൻ RCCയുടെ ബേസിസിൽ, ഈ കോൺക്രീറ്റ് കോളത്തിന്റെ ബേസിസിൽ 12 എന്ന് പറയുന്ന നമ്പർ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ബക്ലിംഗ് എന്ന് പറഞ്ഞ ഫിനോമിന കോൺക്രീറ്റിനേക്കാൾ കൂടുതൽ സംഭവിക്കുക സ്റ്റീലിലാണ്. കാരണം സ്റ്റീലാണ് സ്ലെൻഡർ ആവുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ FCK, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. സ്റ്റീലിന് നമ്മൾ കൊടുക്കുന്നത് FY എന്ന്. ഇത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പൊ ഞാനൊരു കോൺക്രീറ്റിന്റെ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിന്റെ 28 ഡേയ്സ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 25 Newton/mm², അല്ലെങ്കിൽ 20 Newton/mm² ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മിക്സിനനുസരിച്ച് ഇത് മാറും. ഒരു മൈൽഡ് സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 250 Newton/mm². ഓക്കെ, ഈൽഡ് എന്ന് പറയുന്നത് ഫെയിൽ ആവുന്ന സ്ഥലമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് ലോഡ് എടുത്തിട്ടാണ് ഫെയിൽ ആവുന്നത്. എന്നാൽ FCK എന്ന് പറയുന്നത് കോൺക്രീറ്റ് പൊട്ടുന്ന വാല്യൂ ആണ്. അപ്പൊ ഒരു mm² കോൺക്രീറ്റിന് 25 ന്യൂട്ടനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു mm² സ്റ്റീലിന് 250 ന്യൂട്ടൺ വരെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കൺക്ലൂഷൻ. ഇത് സ്റ്റാറ്റിക് വാല്യൂ അല്ല. ഈ 25 എന്നുള്ളത് കോൺക്രീറ്റിന്റെ മിക്സിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇത് 100 വരെ പോവാം. 5 തൊട്ട് 100 വരെയുള്ള മിക്സസ് നമുക്ക് ഇൻവെന്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് 25ന്റെ മിക്സ് ആണ്, അല്ലെങ്കിൽ 20യുടെ മിക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ നൊട്ടേഷൻ ആയിട്ട് കൊടുത്തത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിന്റെ 10 ടൈംസോളം ഉണ്ട് സ്റ്റീലിന്റെ, അല്ലെ? കോൺക്രീറ്റിന്റെ 10 ടൈംസോളം ഉണ്ട് സ്റ്റീലിന്റെ. അപ്പൊ ഒരു ക്രോസ് സെക്ഷൻ ഞാൻ കൊടുക്കുമ്പോൾ, ഒരു സർട്ടൈൻ ലോഡ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ക്രോസ് സെക്ഷൻ കൊടുക്കുമ്പോൾ, കോൺക്രീറ്റ് കൊടുക്കുമ്പോൾ സ്റ്റീൽ കൊടുക്കുമ്പോഴുള്ള പ്രൈമറി ആയിട്ടുള്ള വ്യത്യാസം, എനിക്ക് സ്റ്റീല് തിന്നർ ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും. കാരണം ഇപ്പൊ 1000 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ലോഡ് എനിക്ക് എടുക്കാൻ പറ്റണം. കോൺക്രീറ്റിന് ഞാൻ ഒരു ഏരിയ കൊടുക്കും, സർട്ടൈൻ ഏരിയ. സ്റ്റീലിന് ഞാൻ അതേ ലോഡ് എടുക്കാൻ ഒരു സിമിലർ ഏരിയ കൊടുക്കുമെന്ന് വിചാരിക്കുക. സ്റ്റീലിന്റെ ഏരിയ മച്ച് സ്മോളർ ദാൻ കോൺക്രീറ്റ് ആയിരിക്കും. കാരണം സ്റ്റീലിന് കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ട്. അപ്പോ സ്റ്റീൽ സെക്ഷൻസ് പൊതുവെ സ്ലെൻഡർ ആയിരിക്കും. കൺക്ലൂഷൻ അതാണ്, സ്റ്റീൽ സെക്ഷൻസ് സ്ലെൻഡർ ആയിരിക്കും, വണ്ണം കുറവായിരിക്കും, നീളം റിക്വയർമെന്റ് അനുസരിച്ച് തിൻ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ സ്റ്റീൽ സെക്ഷൻസ് ആണ് സ്ലെൻഡർ മെമ്പർ. ബക്ലിങ്ങിന് കൂടുതൽ സാധ്യത വരിക സ്ലെൻഡർ മെമ്പേഴ്സ് ആണ്. വളഞ്ഞ മെമ്പർ അല്ലേ പെട്ടെന്ന് വളഞ്ഞു പോകും, തിൻ മെമ്പർ ആണ് പെട്ടെന്ന് വളഞ്ഞു പോകുക. അപ്പൊ സ്റ്റീൽ സെക്ഷനിലാണ് നമുക്ക് ഈ സ്ലെൻഡർനെസ് റേഷ്യോയും ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്ന സാധനമൊക്കെ ഒരു ഗവേണിംഗ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ന്യൂമറിക്കൽ പ്രോബ്ലത്തിലൊന്നും ഞാൻ എന്ത് മെറ്റീരിയൽ ആണ് നമ്മുടെ ഇതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐഡിയലി അത് സ്റ്റീൽ എന്ന ആസ്പെക്റ്റിലാണ്. അലൂമിനിയം പിന്നെ സ്ലെൻഡർ ആണ്. സ്റ്റീലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലൂമിനിയം പെട്ടെന്ന് വളയും. അപ്പൊ സ്റ്റീൽ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന, അല്ലെങ്കിൽ സ്റ്റീൽ മെറ്റീരിയൽസിന് നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കാണുന്ന തിയറിയാണ് യൂളർ തിയറി. കോൺക്രീറ്റിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. കോൺക്രീറ്റിൽ നമുക്ക് ഈ തിയറി ആപ്ലിക്കബിൾ ആണ്. ഇതുപോലത്തെ ഡിസൈനിൽ നിങ്ങൾ SYയിൽ പഠിക്കും. പക്ഷെ ഇത് കൂടുതലായിട്ട് സ്റ്റീലിലാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്റ്റീലിന്റെ വെറൈറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന സ്റ്റീൽ എന്ന് പറയുന്നത് മൈൽഡ് സ്റ്റീലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. മൈൽഡ് സ്റ്റീലാണ് നമുക്ക് ചീപ്പായിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടും കാണുന്നത്. അപ്പൊ മൈൽഡ് സ്റ്റീലിനെ വെച്ചിട്ട് എനിക്കൊരു ലോങ് കോളം ഷോർട്ട് കോളം ക്ലാസിഫിക്കേഷൻ പറയാൻ പറ്റുമോ? നേരത്തെ 12 എന്ന് പറഞ്ഞ പോലത്തെ ഒരു വാല്യൂ മൈൽഡ് സ്റ്റീലിനെ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, മൈൽഡ് സ്റ്റീലിന്റെ ആസ്പെക്ട്. അപ്പൊ ഞാനിവിടെ ക്രിപ്ലിംഗ് ലോഡ് എഴുതുക. ഇക്വേഷൻ ക്രിപ്ലിംഗ് ലോഡ് എഴുതുന്നു π² EI
by L effective length square. ക്രിപ്ലിംഗ് ലോഡിന്റെ ഇക്വേഷൻ എഫക്റ്റീവ് ലെങ്തിന്റെ ഫോർമുല ഞാൻ എഴുതി. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സ്ലെൻഡർനെസ് എഫക്റ്റീവ് ലെങ്ത് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഞാൻ സ്ലെൻഡർനെസ് റേഷ്യോനെ കെ എന്ന് വിളിക്കുക, കെ. ഓക്കെ, അപ്പോ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ എനിക്കറിയാം, R is equal to root of I by A. ഓക്കെ, അപ്പോ ഞാൻ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. LE സ്ക്വയർ ബൈ R സ്ക്വയർ ഈക്വൽ ടു K സ്ക്വയർ. അപ്പോ LE സ്ക്വയർ ഈക്വൽ ടു I by A ഇൻറ്റു K സ്ക്വയർ. ഇങ്ങനെ എനിക്ക് എഴുതിക്കൂടെ? സോറി, ഒരു മിനിറ്റ്, ഞാനിത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആദ്യം പറയാം. നിങ്ങൾ ഹെഡിങ് കൊടുക്കാവോ? കുറച്ച് നീളം ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലാസിന്റെ ലെങ്ത് കൂടി പോകും. ലിമിറ്റേഷൻസ് ഓഫ് യൂളേഴ്സ് തിയറി ഒരു ഹെഡിങ് കൊടുക്കുക. ലിമിറ്റേഷൻസ് ഓഫ് യൂളേഴ്സ് തിയറി കൊടുത്തോ? അടുത്ത പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, ദ മേജർ ലിമിറ്റേഷൻ ഓഫ് യൂളേഴ്സ് തിയറി ഇസ് ദാറ്റ് it is applicable only to long columns. It is applicable only to long columns. അടുത്ത പോയിന്റ്, അടുത്ത ലിമിറ്റേഷൻ അല്ല, അടുത്ത പോയിന്റ്. In general, steel sections offer much higher strength compared to concrete sections of same cross-sectional area. In general, steel sections offer much higher strength compared to concrete sections of same cross-sectional area. Hence, steel sections tends to be slender in nature. Hence, steel sections tends to be slender in nature. അടുത്തല്ലേ, slender members are more prone to buckling rather than crushing. Slender members are more prone to buckling rather than crushing. Hence, Euler's theory is widely applied among steel structures. Hence, Euler's theory is widely applied among steel structures rather than concrete structures. Euler's theory is widely applied among steel structures rather than concrete structures. Okay. Another line. Since mild steel is the most commonly used steel in the Indian market. Since mild steel is the most commonly used steel in the Indian market, a long column short column classification for mild steel becomes necessary. A long column short column classification for mild steel becomes necessary. Okay,
ഇനി അടുത്ത ലൈൻ നിങ്ങൾ എഴുതുക. ഞാൻ എഴുതുന്നത് Euler's crippling load is equal to pi square into EI by L effective length square. ഞാൻ എഴുതുന്ന പോലെ എഴുതണേ. Pi square into EI by L effective length square. Slenderness ratio അതിന്റെ അടുത്ത ലൈനിൽ എഴുതണേ. Slenderness ratio K is equal to effective length by radius of gyration. Slenderness ratio K is equal to effective length by minimum radius of gyration. ഇതിനെ ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ട് L effective is equal to K into R minimum. K into R minimum. Okay. ഇനി L effective square is equal to K square into R minimum square, which is equal to K square into I by A. K square into I by A. K square into I by A. ഇനി ഈ സാധനം ഞാൻ എൻ്റെ ക്രിപ്ലിംഗ് ലോഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. 2 in 1. PCR is equal to pi square into E into I divided by K square into I A ഞാൻ മുകളിലേക്ക് I by A മുകളിലേക്ക്. ഇതിനെ ഞാൻ PCR by A എന്ന ഫോമിലേക്ക് മാറ്റി. ഐയും കട്ട് ചെയ്ത് പോയി. അപ്പോൾ പൈ സ്ക്വയർ ഇൻറ്റു ഇ ബൈ കെ സ്ക്വയർ എന്ന ഫോമിലായി. പൈ സ്ക്വയർ ഇൻറ്റു ഇ ബൈ കെ സ്ക്വയർ. ഇത് മാക്സിമം സ്ട്രെസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇൻറ്റു ഇ ബൈ കെ സ്ക്വയർ. ഓക്കെ. കെ എന്ന് പറയുന്നത് എൻ്റെ slenderness ratio. Recording on അല്ലേ? ഓക്കെ. അപ്പോ എന്റെ ഇത് ജനറിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഇപ്പൊ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. സിഗ്മ മാക്സ് എന്ന് പറഞ്ഞൊരു സ്ട്രെസ് പൈ സ്ക്വയർ ഇ കെ സ്ക്വയർ എന്ന ഫോമിലേക്ക് ഞാൻ ഇക്വേഷനെ മാറ്റി. വളരെ ജനറിക് ആണ്. ഇനി ഫോർ മൈൽഡ് സ്റ്റീൽ സിഗ്മ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ മാക്സ് എന്ന് പറയുന്നത് മാക്സിമം ക്രിപ്ലിംഗ് ലോഡ് തന്നെയാണ്. മാക്സിമം ക്രിപ്ലിംഗ് സ്ട്രെസ് തന്നെയാണ്. ഇതിന്റെ വാല്യൂ 320 ആണ്. 320 എന്ന യൂണിറ്റിലാണ്. ഗസ് ചെയ്യാവോ? ആ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ അല്ലേ? MT ലാബ് കഴിഞ്ഞില്ല. 320 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 320 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു വാല്യൂ. സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് മൈൽഡ് സ്റ്റീലിന്റെ മാക്സിമം സ്ട്രെസ്. മൈൽഡ് സ്റ്റീലിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്. മൈൽഡ് സ്റ്റീലിന്റെ ഈ വാല്യൂ എനിക്കറിയാം 200. മൈൽഡ് സ്റ്റീലിന്റെ ഈ വാല്യൂ എത്രയാണ്? 210 GPa. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വാല്യൂ 210 GPa. ഇതിൽ നിന്ന് എനിക്ക് സ്ലെൻഡർനെസ് റേഷ്യോക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാവോ? സ്ലെൻഡർനെസ് റേഷ്യോ 320 അതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റണം. ന്യൂട്ടൺ പെർ mm സ്ക്വയറിലേക്ക് മാറ്റണം. 320 into 9.81 എന്ന് പറയുമ്പോൾ അത് ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിലാണ്. അതിനെ 320 into 9.81 into
ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 226 വരില്ല, 3200 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 3300 എന്ന് കാണാൻ പറ്റും. സ്ലെൻഡർനെസ് റേഷ്യോ അതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ് ഞാൻ ചോദിക്കുന്നത്. എത്ര? 81.25. അതാ വരുന്നത്. കെ വാല്യൂ എന്ന് പറയുന്ന 81.25 വരും. ഓക്കെ, 3200 ആണ്, 320 അല്ല, 3200 ആണ്, 81.25. ഓക്കെ, ഇത് ഞാൻ അപ്രോക്സിമേറ്റ്ലി ഞാൻ ഇതിനെ 80 റൗണ്ട് ഓഫ് ചെയ്യാണ്. 80 അപ്രോക്സിമേറ്റ്ലി 80. അതായത് എന്റെ മൈൽഡ് സ്റ്റീലിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് 80. സ്ലെൻഡർനെസ് റേഷ്യോ നമ്മുടെ നെക്സ്റ്റ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോ 210. സ്ലെൻഡർനെസ് റേഷ്യോ ഓഫ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് 80. ഓരോ മെറ്റീരിയലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ മെറ്റീരിയലിന്റെ ക്രഷിംഗ് സ്ട്രെസ്സും അതുപോലെ അതിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഉണ്ടെങ്കിൽ യൂളേഴ്സ് തിയറി വെച്ചിട്ട് ഓരോ മെറ്റീരിയലിനും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൈൽഡ് സ്റ്റീലിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ 80. ഓക്കെ, അപ്പൊ അടുത്ത ലൈനിൽ എഴുതേണ്ടത് ഫോർ മൈൽഡ് സ്റ്റീൽ if slenderness ratio is less than 80, for mild steel if slenderness ratio is less than 80, it is considered as a short column. And Euler's theory is not applicable. For mild steel, if slenderness ratio is less than 80, it is considered as a short column and Euler's theory is not applicable. So greater than 80 ആണെങ്കിൽ long column, Euler's theory is applicable. Euler's theory is applicable. Okay, last section. Euler's theory limitation mild steel നെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ലിമിറ്റേഷൻസ് ഓഫ് യൂളർ തിയറി ഷോർട്ട് കോളത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ലോങ് കോളത്തിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മെറ്റീരിയൽ ലോങ് ആണോ ഷോർട്ട് ആണോ നമുക്ക് അറിയണമെങ്കിൽ, ഒരു ഹോമോജീനിയസ് മെറ്റീരിയൽ ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് അറിയണമെങ്കിൽ അതിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പൊ മൈൽഡ് സ്റ്റീലിന്റെ എക്സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് അലൂമിനിയം തന്നാലും കണ്ടുപിടിക്കാൻ പറ്റണം. അലൂമിനിയത്തിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി വാല്യൂ ക്വസ്റ്റ്യൻ തരും. തന്നിട്ടില്ലെങ്കിൽ അത് എത്ര എടുക്കും? സ്റ്റീൽ ബൈ 3, 210 GPa by 3, അതാണ് അലൂമിനിയത്തിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ക്രഷിംഗ് സ്ട്രെസ് എത്ര, ബക്ലിംഗ് സ്ട്രെസ് എത്രയാന്നുള്ളത് തരണം. അങ്ങനെ ഏത് മെറ്റീരിയലിന്റെയും നിങ്ങൾക്ക് അത് വെച്ചിട്ട് സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കാം. അതായത് മൈൽഡ് സ്റ്റീലിന് മാത്രമാണ് 80 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്. അത് അതിൽ താഴെ വന്നാൽ ഷോർട്ട്, അതിൽ മുകളിൽ വന്നാൽ ലോങ്. വേറെ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ മാറാം, അലൂമിനിയം ആണെങ്കിൽ മാറാം, ടിമ്പർ ആണെങ്കിൽ മാറാം, അയൺ ആണെങ്കിൽ മാറാം. അപ്പൊ ഇത് കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമല്ല, മൈൽഡ് സ്റ്റീലിന്റെ പെർസ്പെക്ടീവിൽ മാത്രം. എന്തുകൊണ്ട് മൈൽഡ് സ്റ്റീലിൽ പറയുന്നു എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്.
കാരണം മൈൽഡ് സ്റ്റീല് സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ പഠിക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട്. അതുപോലെ മൈൽഡ് സ്റ്റീലിന്റെ സ്ലെൻഡർനെസ് റേഷ്യോയും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് റാൻകൈൻസ് തിയറി. റാൻകൈൻ, RAN, റാൻകൈൻസ്. ഇത്രേ ഉള്ളൂ, ലിമിറ്റേഷൻ ഒന്നേ ഉള്ളൂ, ഷോർട്ട് കോളത്തിന് ആപ്ലിക്കബിൾ അല്ല. റാൻകൈൻസ് തിയറി. Rankine's theory is applicable for both short and long columns. Rankine's theory is applicable for both short. ഇവിടെ നിന്ന് പ്രോബ്ലം ഒന്നും ചോദിക്കില്ല, ഇത് പാർട്ട് എ ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും ഇവിടെ നിന്ന് പ്രോബ്ലം ചോദിക്കില്ല. Rankine's theory is applicable for both short and long columns. ഡെറിവേഷനും ചോദിക്കില്ല. അടുത്ത ലൈൻ, the empirical equation proposed by Rankine. Empirical equation proposed by Rankine is given by empirical equation proposed by Rankine is given by 1 by PR is equal to 1 by PCS plus 1 by PE. ഇവിടെ PE എന്ന് പറയുന്നത് യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ്, PCS എന്ന് പറയുന്നത് ക്രഷിംഗ് ലോഡ്. ഷോർട്ട് കോളം ഫേസ് ബൈ കപ്ലിംഗ്, സോറി, ഷോർട്ട് കോളം ഫേസ് ബൈ ക്രഷിംഗ്, ലോങ് കോളം ഫേസ് ബൈ ബക്ലിംഗ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ്. അപ്പൊ രണ്ടിന്റെയും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എംപറിക്കൽ ഇക്വേഷൻ ആണ്. ഈ എംപറിക്കൽ ഇക്വേഷൻ എന്താണെന്നറിയോ? സാധാരണ ഇക്വേഷൻ, ചില ഇക്വേഷൻ എംപറിക്കൽ എന്ന് പറയും, ചില ഇക്വേഷൻ ഒന്നും പറയില്ല, അത് ഇക്വേഷൻ ഗിവൺ ബൈ എന്ന് പറയും. എംപറിക്കലും സാധാരണ ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? F is equal to MA എന്ന് പറഞ്ഞാൽ സാധാരണ ഇക്വേഷൻ, F is equal to 9.81 into M എന്ന് പറഞ്ഞാൽ അത് എംപറിക്കൽ ഇക്വേഷൻ. എംപറിക്കൽ ഇക്വേഷൻ പ്രൊപ്പോസ് ചെയ്യുന്ന ആൾ ആ ഇക്വേഷനിൽ അൺനോൺ പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു ഡിഫൈൻഡ് യൂണിറ്റ്സ് ഉണ്ടാവും. അതായത് F is equal to MA എന്ന് പറയുന്നത് എനിക്ക് SI യൂണിറ്റിലും ആപ്ലിക്കബിൾ ആണ്, CGS യൂണിറ്റിലും ആപ്ലിക്കബിൾ ആണ്, FPS യൂണിറ്റ്സിലും ആപ്ലിക്കബിൾ ആണ്, MKS യൂണിറ്റ്സിലും ആപ്ലിക്കബിൾ ആണ്, യൂണിവേഴ്സൽ ആണ് ആ ഇക്വേഷൻ. അതാണ് നോർമൽ ഇക്വേഷൻ. F is equal to 9.81 M എന്ന് പറഞ്ഞാൽ അത് എംപറിക്കൽ ആണ്. അവിടെ 9.81 എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ്. അപ്പൊ ഞാൻ മാസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിലോഗ്രാമിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് ഞാൻ ഗ്രാമിലോ പൗണ്ടിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാല്യൂ തെറ്റായിരിക്കും. അതായത് എംപറിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവര് ആ ഇക്വേഷൻ പ്രപ്പോസ് ചെയ്ത ആള് ഡിഫൈൻ ചെയ്യുന്ന യൂണിറ്റ്സിൽ തന്നെ ക്വാണ്ടിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ യൂണിറ്റ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ ആൻസർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അതാണ് എംപറിക്കൽ ഇക്വേഷനും സാധാരണ ഇക്വേഷനും തമ്മിലുള്ള, റെഗുലർ ഇക്വേഷനും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം. പ്രധാനമല്ല, അത് മാത്രമാണ് നമ്മുടെ വ്യത്യാസം. അപ്പോ ഇവിടെ ഇപ്പൊ വലിയ വലിയ എംപറിക്കൽ ഇക്വേഷൻസ് ഉണ്ട്. അവിടെ ചിലപ്പോൾ ചില ക്വാണ്ടിറ്റീസ് മീറ്ററിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റി ചിലപ്പോൾ MM-ലായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതേ ഇക്വേഷനിൽ തന്നെ. ആ രീതിയിലൊക്കെ വരാൻ പറ്റും. ഇപ്പൊ ഈ വേവിന്റെ പെച്ചിങ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഇക്വേഷൻ, ആ ഇക്വേഷൻ വേവിന്റെ പെച്ച് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതായത് ഒരു വേവ് ഇങ്ങനെ തിര അടിച്ചിട്ട് അത് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ അത് എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഹൈഡ്രോളജിയിൽ പഠിക്കുന്ന സാധനം. അതിനകത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0.033 into root times velocity എന്നാണ്. അവിടെ വെലോസിറ്റി കിലോമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ആൻസർ പക്ഷെ കിട്ടുന്നത് മീറ്ററിലായിരിക്കും. അത് വെലോസിറ്റി കിലോമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. അതിനെയാണ് എംപറിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റാങ്കൈൻ പ്രപ്പോസ് ചെയ്തൊരു എംപറിക്കൽ ഇക്വേഷൻ ആണ് 1 by PR is equal to 1 by PCS plus 1 by PE. ഓക്കെ, ക്രഷിങ്ങിനെയും അവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്രിപ്ലിങ്ങിനെയും അല്ലെങ്കിൽ ബക്ലിങ്ങിനെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് റാങ്കൈൻസിന്റെ ലോഡ്. റാങ്കൈൻ ലോഡ് എത്രയാണ്? അതായത് കോളത്തിന് എടുക്കാൻ പറ്റുന്ന മിനിമം ലോഡ് ആസ് പെർ റാങ്കൈൻ. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാവോ?
PR is equal to PCS into PE divided by PCS plus PE. Rankine load. PR Rankine load. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് ഇനി റാങ്കൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൂടി കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ ന്യൂമറേറ്ററിൽ ഞാൻ പി ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും പി ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പി സി 1 പ്ലസ് പി സി എസ് ബൈ പി ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. ബേസിക്കലി ആ ഇക്വേഷനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം. പി സി എസ് എന്ന് പറയുന്നത് എന്തുവാ? അതിന്റെ ക്രഷിംഗ് ലോഡാണ്. ക്രഷിംഗ് ലോഡിനെ ക്രഷിംഗ് സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതിക്കൂടെ? ക്രഷിംഗ് ലോഡിനെ ക്രഷിംഗ് സ്ട്രെസ് ഇൻറ്റു ഏരിയ. ക്രിപ്ലിങ്ങിനെ ഞാൻ എങ്ങനെ മാറ്റും? ക്രിപ്ലിങ്ങിനെ എങ്ങനെ മാറ്റും? പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ അല്ലെ? ക്രിപ്ലിംഗ് ഇത് ഇവിടെ പി സി എസ് എന്ന് പറയുന്നത് എന്റെ ക്രഷിംഗ് ആണ്. പി ഇ എന്ന് പറയുന്നത് എന്റെ യൂളർ ലോഡാണ്. യൂളർ ക്രിപ്ലിംഗ് ലോഡ്. പി ഇനെ ഞാൻ പൈ സ്ക്വയർ ഇൻറ്റു ഇ ഐ ബൈ എൽ എഫക്റ്റീവ് ലെങ്ത് സ്ക്വയർ. ഇതിനെയൊക്കെ ഒന്ന് എനിക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഒന്ന് ശ്രമിക്കാവോ? ഞാൻ ഇവിടെ ഒന്നും കൂടെ വലുതായിട്ട് എടുത്ത് എഴുതാം. പി ആർ ഇസ് ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സിഗ്മ സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇൻറ്റു ഇ ഐ ബൈ എൽ എഫക്റ്റീവ് സ്ക്വയർ. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. സിഗ്മ സി ഇൻറ്റു എ പ്ലസ് 1 പ്ലസ് എൽ എഫക്റ്റീവ് സ്ക്വയർ ഇൻറ്റു സിഗ്മ സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇ ഐ. കെ സ്ക്വയർ ഇൻറ്റു ഐ ബൈ എ ഇസ് ഈക്വൽ ടു എൽ എഫക്റ്റീവ് സ്ക്വയർ എന്ന് പറയുന്നത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടുത്തെ എൽ എഫക്റ്റീവ് സ്ക്വയറിന് സിഗ്മ സി ഇൻറ്റു എ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഐ ഇൻറ്റു സിഗ്മ സി ഇൻറ്റു എ ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇൻറ്റു ഇ ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ എ.
ഇങ്ങനെ കിട്ടൂലേ? ഇങ്ങനെയാണോ കിട്ടുന്നത്? സിംപ്ലിഫിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാവോ? ഈ ഒരു ഫോമിലാണോ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്? സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ഈ റെസിപ്രോക്കൽ എടുത്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇവിടെ സിഗ്മ സി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഈ ഒരു ടേമിനെ ഞാൻ വിളിക്കുന്ന പേരാണ് റാങ്കൈൻസ് കോൺസ്റ്റന്റ്. റാങ്കൈൻസ് കോൺസ്റ്റന്റ് സിഗ്മ സി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഈ ടേമിനെ ഞാൻ വിളിക്കുന്ന പേര് റാങ്കൈൻസ് കോൺസ്റ്റന്റ്. ഇത് ഓരോ മെറ്റീരിയലിലും യുണീക്ക് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. അതായത് ഇപ്പൊ മൈൽഡ് സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ മൈൽഡ് സ്റ്റീലിന്റെ എത്ര ആയിരിക്കും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാവോ? ഫോർ മൈൽഡ് സ്റ്റീൽ റാങ്കൈൻസ് കോൺസ്റ്റന്റ് ഫോർ മൈൽഡ് സ്റ്റീൽ 3200 into 9.81 into 10 to the power minus 2 divided by pi square into 200 into 10 to the power 3. മൈൽഡ് സ്റ്റീലിനെ പോലെ എനിക്ക് ഓരോ മെറ്റീരിയലിനും റാങ്കൈൻസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. വാല്യൂ കാണാനൊന്നും പഠിക്കണ്ട, റാങ്കൈൻസ് കോൺസ്റ്റന്റ് ഡെറിവേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അതും പാർട്ട് എ പെർസ്പെക്റ്റീവിൽ മാത്രം. ടൂട്ടൺ അതിൽ പല സോഴ്സിൽ പലത് കാണുന്നതുകൊണ്ട് ഞാൻ രണ്ട് യൂസ് ചെയ്യുന്നത്. ടൂട്ടൺ യൂസ് ചെയ്യുന്നത് മതി. ടൂട്ടൺ ആണ് ആക്യുറേറ്റ് വാല്യൂ. 2.1075 into 10 to the power 5 അതാണ് ശരിക്കുള്ള വാല്യൂ. വൺ ബൈ 7500 എന്ന് വല്ലതും കിട്ടിയോ? അപ്രോക്സിമേറ്റ്ലി ആ റേഞ്ചിൽ വല്ലതും ഉണ്ട്. 1 by കേട്ടില്ല എങ്ങനെ? 1.514 into 10 raised to minus 4. അതിന്റെ റെസിപ്രോക്കൽ ഒന്ന് എടുക്കാവോ? ഓക്കെ. അപ്പൊ റാങ്കൈൻസ് കോൺസ്റ്റന്റ് ഫോർ മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് 1/66002. ഓക്കെ, 1/6600 മൈൽഡ് സ്റ്റീലിന്റെ റാങ്കൈൻസ് കോൺസ്റ്റന്റ്. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമല്ല, കാരണം ഈ 3200 എന്ന് പറയുന്നതും 210 GP എന്നൊക്കെ പറയുന്നതും എല്ലാം ആക്യുറേറ്റ് വാല്യൂസ് അല്ല, അതെല്ലാം അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഈ റേഷ്യോയും അപ്രോക്സിമേറ്റ് ആണ്. അതുകൊണ്ട് ഈ വാല്യൂസ് ഒന്നും കാണാതെ പഠിക്കരുത്. റാങ്കൈൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സിഗ്മ സി ഡിവൈഡഡ് ബൈ പൈ. അത് ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി 1/6600 അത് റൗണ്ട് ഫിഗർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയ റെസിപ്രോക്കൽ. സിഗ്മ സി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ ഇ ആണ് എന്റെ റാങ്കൈൻസ് കോൺസ്റ്റന്റ്. എല്ലാ മെറ്റീരിയലിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു റാങ്കൈൻസ് കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവും. ആ മെറ്റീരിയലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, അതിന്റെ ക്രിപ്ലിംഗ് സ്ട്രെസ് അറിയാമെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് കോളത്തിൽ പഠിക്കാം. ഇനി നമുക്ക് ടോർഷൻ തിയറിയും കൂടെ ബാക്കിയുള്ളൂ. അത് നമുക്ക് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ.